അവസാന പന്ത് വരെ ആവേശം നിലകൊണ്ട മത്സരത്തിൽ കൊൽക്കത്തയെ 4 റൺസിന് ലക്നൌ പരാജയപ്പെടുത്തി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ LSG തുടക്കത്തിൽ തന്നെ ആക്രമണം അഴിച്ചുവിട്ടു. ഓപ്പണിംഗിൽ മാർക്രം മിച്ചൽ മാർഷ് കൂട്ടുകെട്ട് 99 റൺസ് വരെ ടീമിനെ എത്തിച്ചു. വെറും 10.3 ഓവറിൽ LSG 100 റൺസ് കടന്നു. മാർക്രം പുറത്തായതിനു പിന്നാലെ ബാറ്റിംഗ് ഓർഡറിൽ സ്ഥാനക്കയറ്റം കിട്ടിയ നിക്കോളാസ് പൂരാന്റെ വെടിക്കെട്ട് ഈ മത്സരത്തിലും തുടർന്നു. കൊൽക്കത്തയുടെ ബൌളിംഗ് നിരക്ക് നേരെ കൊടുങ്കാറ്റ് പോലെ പൂരൻ ആക്രമിച്ചു കളിച്ചു. 21 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച താരം KKRനെ തല്ലിക്കെടുത്തി. ബാറ്റിംഗ് ഓർഡറിൽ LSG മാറ്റം വരുത്തിയത് മത്സരത്തിന് കൂടുതൽ റൺസ് എടുക്കുന്നതിൽ പ്രധാന വഴിത്തിരിവായി. ഫോം കണ്ടെത്താൻ പാടുപെടുന്ന ഋഷഭ് പന്തിനു പകരം തന്റെ സ്ഥാനത്ത് സമദിനെ ഇറക്കുകയായിരുന്നു. ആദ്യത്തെ 3 വിക്കറ്റുകൾ നഷ്ടപ്പെടുമ്പോഴേക്കും LSGയുടെ സ്കോർ 238 റൺസിൽ എത്തിയിരുന്നു. 238 റൺസിന്റെ കൂറ്റൻ റൺമല താണ്ടാൻ ഇറങ്ങിയ KKRന് തുടക്കത്തിലെ സ്കോർ ഉയർത്താൻ ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് കഴിഞ്ഞു. എന്നാൽ 37 റൺസിൽ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടു പോയ KKR പിന്നീട് നരേൻ രഹാനെ സഖ്യം തിരിച്ചുവരവിന്റെ പ്രതീക്ഷ നൽകി. 6.2 ഓവറിൽ അവർ 91 റൺസ് നേടി. അജിങ്ക്യ രഹാനെ വീണ്ടും തന്റെ ബാറ്റ് കൊണ്ട് തീപ്പന്തം കത്തിച്ചു. ബാറ്റിൽ നിന്ന് പിറന്നത് കൂടുതലും ബൗണ്ടറികളായിരുന്നു. 35 പന്തിൽ 61 റൺസ് നേടി രഹാനെ പുറത്തായതോടെ വെങ്കിടേഷ് അയ്യർ കാര്യങ്ങൾ ഏറ്റെടുത്തു. 45 റൺസ് വെങ്കിടേഷ് അയ്യർ നേടി. റിങ്കു സിംഗിനെ 8-മനായി ഇറക്കിയ കൊൽക്കത്തയുടെ ആസൂത്രണം പാളിപ്പോയി എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ കുറച്ചുകൂടി മുൻപ് താരത്തെ ഇറക്കിയിരുന്നെങ്കിൽ മത്സരഫലം തിരിച്ചായേനെ. അവസാന നിമിഷങ്ങളിൽ 15 പന്തിൽ 38 റൺസ് നേടി താരം പുറത്താകാതെ നിന്നു. വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വന്ന പാളിച്ചകൾ KKRന്റെ പരാജയത്തിന്റെ കുറ്റബോധം ഇരട്ടിയാക്കി. വെറും 4 റൺസ് അകലെ മത്സരം KKR നഷ്ടപ്പെടുന്ന കാഴ്ച ആരാധകർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു.